മനസ്സാകുന്ന മനുഷ്യർക്ക് സമാധാനം. ഈ 2024 ആണ്ടിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ക്രിസ്മസ് ആഘോഷിക്കുവാൻ അവസരം തന്ന സർവശക്തനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സെന്റ് ജോൺസ് മാർത്തോമ സുവിശേഷ സേവ്യ സംഘം അവതരിപ്പിക്കുന്ന തെറ്റിൽ നിന്ന് ശരിയിലേക്ക് എന്ന സ്കിറ്റ് നമുക്ക് കാണാം, കേൾക്കാം, മനസ്സിലാക്കാം.
നീ അമ്മ വലിയ ദേഷ്യത്തിലാണല്ലോ ഇപ്പൊ. അതൊന്നും നീ കാര്യമാക്കണ്ട. എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഒച്ചപ്പാടും ബഹളവും വഴക്കും ഒക്കെയാ. പിന്നെ അല്ലെങ്കിൽ എന്താണ് വന്നത്? ഞാൻ ചുമ്മാ വന്നാടി. നീ പിന്നെ ഒരു കാര്യമുണ്ട്. നീ ഇന്ന് പള്ളിയിൽ പോയില്ലേ? ഇല്ല, നിനക്കറിയത്തില്ല എന്റെ തിരക്കൊക്കെ. എന്നെ സഹായിക്കാൻ ആരുമില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. പിന്നെ മാറ്റി വെക്കാവുന്ന പള്ളിക്കാരെ വല്ലതും ഉണ്ടോ? ഇന്ന് രാവിലെ ഞാൻ പള്ളിയിൽ പോയി അച്ഛനെ കണ്ടായിരുന്നേ. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, സിന്ധുവിനെ പള്ളി കണ്ടിട്ട് കുറേ ദിവസമായി, അതുപോലെ റോസ് പള്ളിയിലൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞു. റോസ് ഇപ്പൊ യുവജന സംഘത്തിൽ പ്രാക്ടീസിനൊന്നും പോകുന്നില്ല പള്ളിയില്? ഉണ്ടല്ലോ, എല്ലാ ആഴ്ചകളും പോകുന്നുണ്ട്. പള്ളിയിലും പോകുന്നുണ്ട്, പ്രാക്ടീസിനും പോകുന്നുണ്ട്. എന്തോ പ്രോഗ്രാമിനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്തോ ഒരു ഡേറ്റ് ആയിട്ടുമാണ് വരുന്നത്. പക്ഷെ 3 ആഴ്ചയായതുകൊണ്ട് പള്ളിയിൽ ചെല്ലുന്നില്ല, കുർബാനയ്ക്കും കാണുന്നില്ല, യൂത്തിനും പ്രാക്ടീസിനും ഒന്നും വരുന്നില്ല. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, പോയി സിന്ധുവിനെ കണ്ടിട്ട് എന്താ വിവരമൊന്നും അന്വേഷിക്കാൻ. അതാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്തോടെ നീ പറയുന്നത്? അവളെ പള്ളിയിലാന്ന് പറഞ്ഞ് എവിടാ പോകുന്നത്? എനിക്കറിയാൻ വയ്യ. എന്ത് ദൈവമേ, ഈ കൊച്ചു എവിടാ പോകുന്നതെന്ന്. സിന്ധു, നീ വിഷമിക്കണ്ട, നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടത്. നീ വിഷമിക്കരുത്. സിന്ധുവിന്റെ ഫോൺ ബെല്ലടിക്കും, നീ നോക്കിയാണ്. നീ ആരാണാവോ? ഇതറിയാത്തൊരു നമ്പറാണല്ലോ ഇത്. നീ നോക്കിക്ക്, ആരാണ് നോക്കിയെടുക്കാൻ. സ്പീക്കറിലിട്ട് അവള് പള്ളിയിൽ പോയി. ഇത്രയും നേരമായിട്ട് മോൾ വന്നില്ലേ? 5 മണിയായല്ലോ. അവൾക്ക് പള്ളിയിൽ പ്രാക്ടീസ് ഉണ്ട്. അല്ല, നിങ്ങൾ ആരാ? സോറി, ഞാൻ പോലീസ് ഓഫീസറാണ്. എന്നിട്ട് അച്ഛനെ വിളിച്ച് ചോദിച്ചില്ലേ പ്രാക്ടീസ് ഉണ്ടോ, എന്താണ് പള്ളി പരിപാടി എന്നൊക്കെ? ഇല്ല, ഞാൻ ചോദിച്ചില്ല. അത് അമ്മയോട് മക്കൾ പറഞ്ഞ് കണ്ണിനടക്കി ചോദിക്കും. മക്കളെവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ഇതൊന്നും അന്വേഷിക്കില്ല. എന്തെങ്കിലും കുഴപ്പത്തിൽ പെട്ടാൽ പിന്നെ ഞങ്ങൾ ജോലിയാവണം. മോളുടെ അച്ഛൻ എവിടെയാണ്? പുള്ളി യുകെയിലാ. ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 2 ആഴ്ച നിങ്ങളുടെ മകള് കൂട്ടുകാരൊന്നും പറയാൻ സമയം നടത്തിയത് അത് പ്രധാന കൂട്ടുകാരുണ്ട്. നടക്കില്ല. പിന്നെ വ്യക്തികളുണ്ടേ ഞങ്ങൾ അവരെ പിടികൂടാൻ ശ്രമിക്കുകയാണ്. ഇന്ന് കൈമാറിയ സമയം അവരെ മകളുടെ കൂട്ടുകാർ പിടികൂടി, അവരെ അറസ്റ്റ് ചെയ്തു. പിന്നെ താങ്കൾ മകളും കൂട്ടുകാരും നിരപരാധികളാണെന്ന് അറിയാവുന്നത് എല്ലാം കുട്ടികളെ മാതാപിതാക്കളെ വിളിപ്പിച്ച് കുട്ടികളെ അവരുടെ കൂടെ പറഞ്ഞു. റോസിന്റെ ഫാദർ നാട്ടിലില്ലല്ലോ, അതുകൊണ്ട് മോളെ ഒരാളുടെ ഞങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ദയവായിട്ട് ഓക്കെ. ഓക്കെ സർ, താങ്ക് യു സർ. എന്റെ രാജയോ, ഈ കൊച്ചു പള്ളിയിൽ അമ്മ എവിടെയായി പോകുന്നത്? എനിക്ക് ആകെ പേടി വരുന്നത്. എന്തോ ചെയ്യും പക്ഷെ കർത്താവേ. നീ വിഷമിക്കാതെ, നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടത്. വിഷമിക്കാതിരിക്കും, നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടത്. ചേച്ചി എന്ത് പറ്റി? എന്താ ടെൻഷൻ എടുത്തിരിക്കുന്നേ? എന്റെ ഡോക്ടറെ എന്തോ പറയാനോ, നമ്മുടെ ഡാഡി എന്തോ അബദ്ധത്തിൽ, നമ്മുടെ റോസ് എന്തോ അബദ്ധത്തിൽ പറ്റിയെന്നോ പോലീസ് പിടിച്ചെന്നൊക്കെ പറഞ്ഞ് പോലീസ് ഓഫീസറുടെ ഫോണാവുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ അമ്മ അറിഞ്ഞാലുള്ള അവസ്ഥ എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ചേച്ചി സമാധാനമായിട്ടിരിക്കുക. നോക്കാം. നീ വിഷമിക്കാതെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ വിഷമിക്കാതിരിക്കും, നമുക്ക് നോക്കാം. സിന്ധുവിനെ നോക്കിക്കേ, മോള് വരുന്നുണ്ട്. റോസ് എവിടെ? അവിടെ ടീച്ചറാണല്ലോ കൂടെ വരുന്നത്. എടീ കുരുത്തക്കേടാണ്. നീ എവിടെ പോയിരുന്നു? പള്ളിയിലാണ്. പ്ലീസ് അടിക്കില്ല. അമ്മ പ്ലീസ്. തലയിൽ ഒരു കാര്യവുമില്ല. ബഹളം വെക്കുകയും വേണ്ട. റോസ് അകത്തേക്ക് പോയേ. അല്ല, ടീച്ചറിന് റോസിനെ എവിടെ നിന്ന് കിട്ടി? അത് പറയാം. അതൊരു നിമിത്തം മാത്രം. ദൈവാനുഗ്രഹം എന്നേ പറയാനുള്ളൂ. നിങ്ങളെ വിളിച്ച പോലീസ് ഓഫീസർ എന്റെ സഹോദരനാണ്. അദ്ദേഹത്തെ കാണുവാനായിട്ട് ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് കരഞ്ഞുകൊണ്ട് ഒരു സൈഡിലിരിക്കുന്ന റോസിനെ. ഞാനാണ് പറഞ്ഞത് അവൾ എന്റെ കുട്ടിയാണ്, ഞാൻ അവളെ വീട്ടിൽ കൊണ്ട്
ആക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ അവളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ അവൾ എത്ര വലിയ പ്രശ്നത്തിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന്. അതെങ്ങനാ വളർത്തു ദോഷം? എന്റെ മോടെ കുട്ടികളെ ഒന്ന് നോക്കണം. ഒരു കുഴപ്പമില്ല. നല്ല പിള്ളേർ. അവൾ അങ്ങനെ അവനെ വളർത്തുന്നത് അറിയാവോ? അമ്മ അങ്ങനെ പറയരുത്. ഒരമ്മയും മക്കൾ മോശമായ രീതിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നേ ഇല്ല. നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. അതിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം അമ്മച്ചിക്കാണ്. തന്റെ പേരക്കുട്ടികളെ ചേർത്ത് പിടിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് വേണ്ടത്. അതുപോലെ തന്നെ അവളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും അതേ ഉത്തരവാദിത്വമുണ്ട്. നല്ല ഒരു അന്തരീക്ഷവും ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട്. റോസിന്റെ അമ്മ വിഷമിക്കണ്ട. എല്ലാവരും ദൈവാനുഗ്രഹത്തെ പറയാറുണ്ട്. കൂടുതൽ മോശമായതൊന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. നാം ചിന്തിക്കും നമ്മുടെ മക്കൾ നല്ലവരാണെന്ന്. അവർ ചീത്ത സ്വഭാവത്തിലേക്ക് പോവുകയില്ലെന്ന്. പക്ഷേ കാലം അങ്ങനല്ല. കാലം ഒരുപാട് മാറിപ്പോയി. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത സമയമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമ്മളുടെ ഒരു കണ്ണ് എപ്പോഴും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണം. നന്നായി പ്രാർത്ഥിക്കണം. നമുക്ക് നമ്മുടെ പ്രായ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മളുടെ മാതാപിതാക്കൾ നമ്മെ വളർത്തിയ കാലം കഷ്ടത എന്തെന്ന് അനുഭവിച്ചു, പ്രയാസത്തിൽ കൂടെയും ബുദ്ധിമുട്ടിൽ കൂടെയും നമ്മളെ വളർത്തി. എന്നാൽ നമ്മളിൽ ആരും നഷ്ടപ്പെട്ടു പോയില്ല. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുവാനായി നോക്കണം. നല്ല ഒരു അന്തരീക്ഷവും സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കണം. നമ്മളുടെ മക്കളാകുന്ന പട്ടത്തിന്റെ ചരണം സർവശക്തനായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അങ്ങനെ സ്വസ്ഥമായി സ്വതന്ത്രമായി നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. റോസ് എവിടെ?